കേരളീയ പൊതുമണ്ഡലത്തിൽ ഇസ്ലാമിൻ്റെ പങ്ക് എന്ന തലക്കെട്ട് തന്നെ വൈരുദ്ധ്യമായി അനുഭവപ്പെടാവുന്ന ഒന്നാണ്. കാരണം പൊതുമണ്ഡലമെന്ന പരികൽപ്പന രൂപം കൊള്ളേണ്ടത് തന്നെ മതം എന്ന സ്വകാര്യ അനുഭവത്തെ പുറന്തള്ളിയാണ് എന്നതാണ് തത്വം. രണ്ടാമതായി, ഇന്ത്യയുടെ ദേശരാഷ്ട്ര ഭാവനയിൽ അപരനോ മെരുക്കപ്പെടേണ്ടവനോ ആയ സന്നിഗ്ധതയുള്ള പൗരത്വവും പ്രതിനിധാനവുമാണ് ഇസ്ലാമിനുള്ളത്. ഇസ്ലാമിൻ്റെ സാന്നിധ്യം തന്നെയും പൊതുമണ്ഡലത്തിൻ്റെ ജീർണതയുടെയും മരണത്തിൻ്റെയും ജാഗ്രതക്കുറവിൻ്റെയും ലക്ഷണമായാണ് വിലയിരുത്തപ്പെടാറുള്ളത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ സോളിഡാരിറ്റിയെക്കുറിച്ച് വരുന്ന വിശകലനങ്ങൾ. കേരളത്തിലെ പൊതുമണ്ഡലത്തിൻ്റെ ജാഗ്രതക്കുറവിൻ്റെ ഉദാഹരണമായിട്ടാണ്. അതല്ലാതെ സോളിഡാരിറ്റി പൊതുമണ്ഡലത്തിൽ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്തൊരു ജനാധിപത്യ പ്രക്രിയ എന്ന് നടത്തപ്പെടും. അപ്പോൾ ഏറ്റവും അടുത്ത് കഴിഞ്ഞ ആഴ്ച യുവകലാസാഹിതിയുടെ ഒരു പ്രമേയം, ഇതുപോലുള്ള സംഘടനകൾ വരുന്നത് നമ്മുടെ പൊതുമണ്ഡലത്തിൻ്റെ രോഗലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത്. 1980കളുടെ തുടക്കത്തിൽ CR പരമേശ്വരൻ എഴുതിയ ഒരു ലേഖനമുണ്ട്, കേരളീയ പൊതുസമൂഹത്തിൻ്റെ മരണം, അസഹിഷ്ണുത ആവശ്യമാണ് എന്ന പേരിൽ DC ബുക്സ് എഡിറ്റ് ചെയ്ത ആ വാള്യത്തിൽ ആ ലേഖനം കിട്ടും. അതിൽ അദ്ദേഹം പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മരണത്തിൻ്റെ പ്രധാനമായൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഗൾഫ് പണത്തിൻ്റെ വരവാണ്. ഗൾഫ് പണത്തിൻ്റെ വരവാണ് കേരളീയ നവോത്ഥാനങ്ങളെ. അപ്പോൾ ഇത്തരം പ്രത്യേകിച്ചും ഗൾഫ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഏറ്റവും അടുത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഗൾഫ് പത്തിരിയുടെ മണം എങ്ങനെയാണ് കേരളത്തിലെ ഇന്റലക്ച്വലുകളെയും ഭൗതിക മണ്ഡലത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു ആശങ്ക മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഏറ്റവും അടുത്ത് അദ്ദേഹം നടത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ഒരു പ്രശ്നം ഇസ്ലാമിൻ്റെ പൊതുമണ്ഡലത്തിലെ പങ്ക് എന്നുള്ള ഒരു തലക്കെട്ട് തന്നെയും വളരെ വൈരുദ്ധ്യങ്ങളുള്ളതും ഏറെ സങ്കീർണവുമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രബന്ധത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് പൊതുമണ്ഡലമെന്ന പരികൽപ്പനയെ കുറിച്ചുള്ള വിമർശനങ്ങളും ആലോചനകളും, രണ്ടാമത് കേരളീയ പൊതുമണ്ഡലമെന്ന ഭാവനയെ, കേരളീയ പൊതുമണ്ഡലം ഒരു ഭാവന എന്നർത്ഥത്തിൽ മാത്രം നമുക്കൊരു നിലനിൽക്കുന്ന ഒരു സംഗതിയായിട്ട് കാണാൻ പാടില്ല. പൊതുമണ്ഡലം രൂപപ്പെടുന്നത് അച്ചടി, അതുപോലെ പ്രിന്റ്, കൾച്ചർ, ഇങ്ങനെ ഒരുപാട് സംഗതികളുടെ രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊരു ഭാവനയാണ്. ഈ ഭാവന ആരുടേതാണ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു പൊതുമണ്ഡലം മാത്രമാണോ അതല്ല 1000 പൊതുമണ്ഡലങ്ങൾ, ജനാധിപത്യ ഇടങ്ങൾ എന്ന സാധ്യതയും, ആ സാധ്യതയിൽ ഇസ്ലാമിൻ്റെ ഒരു റോളിനെ കുറിച്ചും പറയാനാണ് ആഗ്രഹിക്കുന്നത്. സമയം അനുവദിക്കുന്നതനുസരിച്ച് പറയാമെന്ന് വിചാരിക്കും. കഴിഞ്ഞ ദശകങ്ങളിലായി വൈജ്ഞാനിക മണ്ഡലത്തിലേറെ ഉപയോഗിക്കപ്പെടുന്ന പദമാണ് പൊതുമണ്ഡലം എന്നത്. കാന്റിനെ പോലുള്ള യൂറോപ്യൻ തത്വചിന്തകരിൽ പബ്ലിക് സ്ഫിയർ എന്ന ആശയത്തിന്റെ പ്രാഗ്രൂപങ്ങൾ കാണാൻ സാധിക്കും. ന്യായാധിപർ, മതപ്രചാരകർ, ഭരണകൂടം എന്നീ മധ്യവർത്തികളിൽ നിന്ന് സ്വതന്ത്രമായി വായനക്കാരന്റെ മുന്നിലെത്തുന്ന വാക്കുകളെയാണ് പബ്ലിക് എന്ന് അദ്ദേഹത്തിന്റെ എൻലൈറ്റ്മെന്റ് എന്ന എസ്സേയിൽ സൂചിപ്പിച്ചത്. ഇതേ ആശയത്തിന്റെ തുടർച്ചയായി ജർമ്മൻ ചിന്തകനായ ഹെബർമാസ് പൊതുമണ്ഡലം എന്ന പരികൽപ്പന മുന്നോട്ട് വെക്കുന്നത്. ഹെബർമാസാണ് പടിഞ്ഞാറിലെ പൊതുമണ്ഡലത്തിന്റെ ഉത്ഭവം, പുരോഗതി, തകർച്ച എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പര്യാലോചന നടത്തിയത്. 19ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ബൂർഷ്വാ സമൂഹത്തിൽ ഡിസ്കേഴ്സീവ് സ്പേസ് എന്ന രീതിയിൽ ഉയർന്നു വന്ന പൊതുമണ്ഡലം വിമർശനാത്മക യുക്തിബോധമുള്ള കർത്തൃത്വങ്ങൾക്ക്, പൊതു താൽപര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള ഇടമായാണ് കരുതപ്പെട്ടത്. വ്യവസായവൽക്കരണത്തോടെ ശക്തിപ്പെട്ട ആധുനികമായ സ്വകാര്യം, പൊതു, മതം, മതേതരം തുടങ്ങിയ ദ്വന്ദ്ങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ പരികൽപ്പന രൂപം കൊള്ളുന്നത്. എന്നാൽ വിവിധ വശങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾക്കും ഈ പ്രയോഗം വിധേയമാവുകയുണ്ടായി. ഹെബർമാസിന്റെ ചട്ടക്കൂടിനകത്ത് ന്യൂനപക്ഷ ഗ്രൂപ്പുകൾക്ക് വലിയ ഇടമുണ്ടായിരുന്നില്ല. ബൂർഷ്വാസിയുടെ പൊതുമണ്ഡലത്തെ നിർമ്മിക്കുന്നതിൽ മതത്തിനുള്ള പങ്ക് ഹെബർമാസ് അത്രയധികം ശ്രദ്ധിച്ചിരുന്നില്ല. ബഹുസ്വരമായ പൊതുമണ്ഡലങ്ങളെക്കുറിച്ചും അദ്ദേഹം വിഭാവന ചെയ്തിരുന്നില്ല. ഏക പൊതുമണ്ഡലത്തെക്കുറിച്ച ഹെബർമാസിന്റെ ധാരണകൾ ദേശത്തെക്കുറിച്ച ഏകശിലാത്മകമായ ധാരണകളിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് വിമർശകർ പറയുന്നുണ്ട്. അതായത് പൊതുമണ്ഡലമെന്ന ആശയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഏകമാനമായ ഭരണകൂടത്തിന്റെ ചുറ്റും കറങ്ങുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും ജനാധിപത്യ ആവിഷ്കാരങ്ങൾക്ക് ഒരു പൊതുസമൂഹത്തിൽ അംഗത്വം വേണമെന്ന കപടമായ ദേശീയ മുൻകൂർ തീർപ്പുകളിലുമാണ്. ഹെബർമാസ് മുന്നോട്ട് വെക്കുന്ന ഏകാധിപത്യപരമായ ദേശീയ പൊതുമണ്ഡലം എന്ന ആശയത്തിന് പകരം ബഹുവിധമായ രീതികളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തതകളുള്ള പൊതുമണ്ഡലങ്ങൾ എന്ന ആശയത്തെ പരിഗണിക്കണമെന്നും ജനാധിപത്യ ഇടങ്ങൾ എന്ന് ചിലർ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കോൾഹാം എന്ന് പറയുന്ന വിമർശനം, ഏകശിലാത്മകമായ പൊതുമണ്ഡലം എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് സാധ്യമാകുമെന്നത് ലിബറൽ വ്യവഹാരങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. മറ്റൊരു രീതിയിൽ പൊതുമണ്ഡലം എന്ന ആശയത്തിന് നേരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് വിഖ്യാത ഫെമിനിസ്റ്റ് ചിന്തകയായ നാൻസി ഫ്രൈസറാണ്.
ശക്തമായ അസമത്വങ്ങൾ, പവർ റിലേഷനിലുള്ള വളരെ വളരെ ആഴത്തിലുള്ള വിഭജനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർവ്വവ്യാപിയായ ഒരൊറ്റ പൊതുമണ്ഡലം എന്ന ആശയം സ്വീകാര്യമല്ല. മറിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ ബഹുവിധമായ പൊതുമണ്ഡലങ്ങൾ എന്ന ആശയമാണ് കൂടുതൽ സ്വീകാര്യമെന്നവർ പറയുന്നു. മൾട്ടിപ്പിൾ വിവിധ സാമൂഹിക ഗ്രൂപ്പുകൾക്ക് തങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും രാഷ്ട്രീയ അജണ്ടയിൽ സ്വാധീനം ചെലുത്തുന്നതിനും ഇതുവഴി സാധ്യമാകുന്നു. കീഴാള പ്രതി പൊതുമണ്ഡലം എന്നാണ് കൗണ്ടർ പബ്ലിക് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പൊതുമണ്ഡലത്തിലെ മതത്തിന്റെ ഇടത്തെക്കുറിച്ചും മതേതരാനന്തര സംവാദങ്ങളും മതത്തിന്റെ ഇടത്തെക്കുറിച്ചുള്ള മതേതരാനന്തര സംവാദങ്ങളും ഹെബർമാസിയൻ പരികൽപ്പനകൾക്ക് നേരെ തീക്ഷ്ണമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മതം പൊതുമണ്ഡലത്തിൽ നിന്ന് പിന്മാറണമെന്ന ആശയം തന്നെ ഇന്ന് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാസനോവയെ പോലുള്ളവർ വാദിക്കുന്നത് മതം അന്നും ഇന്നും, കാസനോവ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പബ്ലിക് റിലീജിയൻസ് ഇൻ ദ മോഡേൺ വേൾഡ് എന്നുള്ള പുസ്തകം വളരെ പ്രസിദ്ധമാണ്. മതം അന്നും ഇന്നും പൊതുമണ്ഡലത്തിന്റെ ഭാഗമാണ് എന്നാണ്. 3 സന്ദർഭങ്ങളിലാണ് മതം പൊതുമണ്ഡലത്തിൽ ഇടപെടുന്നത് എന്നാണ് കാസനോവ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഭരണകൂടവും മാർക്കറ്റും പരമ്പരാഗത ജീവിത മണ്ഡലങ്ങളിൽ നുഴഞ്ഞു കയറുന്നതിനെ പ്രതിരോധിക്കുന്നതിന്. 2, മാർക്കറ്റിന്റെയും ഭരണകൂടത്തിന്റെയും പൂർണ്ണതയെക്കുറിച്ച് അവകാശവാദങ്ങളിൽ നിന്ന് പാരമ്പര്യ ധാർമ്മിക നിയമങ്ങളെ പ്രതിരോധിക്കുന്നതിന്. 3, ആധുനിക ഉദാര ചിന്താഗതികൾ പൊതുനന്മകളെ വ്യക്തിയുടെ യുക്തിയാധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പുകളുമായി ചുരുക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനും പൊതുമതം, ഒരു പൊതുമതം, പ്രൈവറ്റ് എന്ന് പറയുന്ന പഴയ റിലീജിയൻ എന്നതിനപ്പുറം പൊതുമതം ഈ ഓരോ ചരിത്ര സന്ദർഭത്തിലും ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതേപോലുള്ള ഒരു വിമർശനം നേരത്തെ അവിടെ സൂചിപ്പിക്കുന്നത് പോലെ തലാൽ അസദ് മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തലാൽ അസദും ഉന്നയിക്കുന്നുണ്ട്. പൊതുമണ്ഡലത്തിൽ നിന്ന് ഇടപെടുന്ന കർത്തൃത്വങ്ങളുടെ സ്വത്വം രൂപം കൊള്ളുന്നത് സ്വകാര്യ ഇടങ്ങളിലാണെന്ന പരികൽപ്പനയും വിമർശന വിധേയമായിട്ടുണ്ട്. എല്ലാ കാലത്തേക്കും വേണ്ടി മുൻകൂർ സ്വത്ത് രൂപീകരണം എന്ന പരികൽപ്പന തന്നെയും തെറ്റാണ്. കാരണം എല്ലാ പൊതുവ്യവഹാരങ്ങളും വിവിധ രീതികളിൽ സ്വത്ത് രൂപീകരണത്തിന്റെ സന്ദർഭങ്ങളാണ്. വിമർശനാത്മകവും യുക്തിഭദ്രവുമായ വ്യവഹാരങ്ങൾ മാത്രമല്ല പൊതുമണ്ഡലത്തിൽ അരങ്ങേറുന്നത്, മറിച്ച് സ്വത്ത് രൂപീകരണവും പൊതുമണ്ഡലത്തിൽ തന്നെ സംഭവിക്കുന്നതിന്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പൊതുമണ്ഡലത്തിലെ വ്യവഹാരങ്ങൾ തന്നെയാണ് പലപ്പോഴും, പ്രത്യേകിച്ചും യൂറോപ്പിലെയും ഒരുപക്ഷെ നമ്മുടെ രാജ്യങ്ങളിലൊക്കെയുള്ള വിവിധ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ഐഡന്റിറ്റി, പൊതുമണ്ഡലത്തിൽ തന്നെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിനുള്ള ഇടപെടൽ എങ്ങനെയാണ് നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൊതുമണ്ഡലത്തെ കോസ്മോപൊളിറ്റനായ പുതിയ ലോക സാഹചര്യങ്ങൾ യൂറോപ്യൻ മാതൃകൾക്കപ്പുറത്തുള്ള പൊതുമണ്ഡലത്തെക്കുറിച്ചുള്ള ആലോചനകൾ ശക്തമാക്കിയിട്ടുണ്ട്. സാമൂഹികവും സാംസ്കാരികപരമായ വിമർശനങ്ങൾക്ക് ഇടം എന്ന നിലയിൽ വിവിധങ്ങളായ പൊതുമണ്ഡലങ്ങൾ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ പബ്ലിക് ക്രിറ്റിസിസം എന്ന ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നസീഹ എന്നത് ഒരു അറബിക് ടേമാണ് അടിസ്ഥാനമാക്കിയുള്ള പൊതുമണ്ഡലങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് തലാൽ അസദ് സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹങ്ങളിൽ ഉയർന്നു വരുന്ന പ്രതി പൊതുമണ്ഡലത്തെക്കുറിച്ചുള്ള ചാൾസ് കിഷ്കിന്ദിന്റെ പഠനം ഇവിടെ പ്രത്യേകം പരാമർശ വിധേയമാണ്. വർത്തമാനകാല ഇസ്ലാമിക പൊതുമണ്ഡലം ആധുനികമായ ഭരണകൂടം സമൂഹം പൊതു സ്വകാര്യം തുടങ്ങിയ വിഭജനങ്ങളെ ഭേദിക്കുന്നുവെന്ന് കിഷ്കിന്ദ് സൂചിപ്പിക്കുന്നു. പൗരധർമ്മത്തെക്കുറിച്ച് ഇസ്ലാമിക പാരമ്പര്യങ്ങൾ ഊന്നിയാണ് ഈ പൊതുമണ്ഡലം പ്രവർത്തനക്ഷമമാകുന്നത്. ഇസ്ലാമിക ധാർമ്മിക വീക്ഷണങ്ങൾ തന്നെ സവിശേഷമായ രീതിയിലുള്ള രാഷ്ട്രീയമായി മാറുന്നതിന്റെ ഉദാഹരണങ്ങൾ ഈജിപ്തിനെ ഉദാഹരിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈജിപ്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡ് ദഅവ എന്ന ക്ലാസിക്കൽ ഇസ്ലാമിക സാങ്കേതിക പദത്തെ പുനരുൽപാദിപ്പിച്ച് സവിശേഷമായി നിർവഹിക്കുന്ന പൊതു ഇടപെടലുകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലും തുടർന്ന് അദ്ദേഹത്തിന്റെ എത്തിക്കൽ സൗണ്ട്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ദഅവ പരിശീലനങ്ങൾ ഭരണകൂടത്തിനെതിരായ നിലപാടുകൾ അനിവാര്യമാക്കി തീർക്കുന്നുണ്ടെങ്കിലും ഈ പൊതു ഇടം ഇന്നത്തെ രീതിയിൽ ഭരണകൂടത്തിനും സമൂഹത്തിനുമിടയിലുള്ള മധ്യവർത്തിയായി തീരുന്നില്ല. മറിച്ച് അവ സ്വയം സ്ഥാനപ്പെടുത്തുന്നത് കാലികമായി ഇസ്ലാമിക ഉമ്മത്തിനകത്തും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സവിശേഷമായ ചരിത്ര സന്ദർഭത്തിനകത്തുമാണ്. അതായത് ദാവ എന്നത് പൊതുമണ്ഡലത്തിന്റെ പതിവ് ചട്ടങ്ങൾക്കപ്പുറത്തുള്ള ഒരു ഇസ്ലാമിക വ്യാഖ്യാനമാണ്. അഥവാ നവീകരണങ്ങളും പരിഷ്കാരങ്ങളും ബാഹ്യമായി അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ പ്രായോഗിക ചക്രവാളങ്ങളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു വിമർശനങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് പൊതുമണ്ഡലത്തെ പരിശോധിക്കാൻ ഉള്ള ഒരു ശ്രമമാണ്
നടത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ പൊതുമണ്ഡലത്തെക്കുറിച്ചുള്ള, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പൊതുമണ്ഡലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പൊതുമണ്ഡലത്തെക്കുറിച്ചുള്ള ആശങ്കകളും രൂപപ്പെടുത്തുന്നത് ഇത്തരം വിമർശനങ്ങളെ ഒന്നും പരിഗണിക്കാതെ കൂടി തന്നെയാണ്. കെ.എൻ. മണിക്കർ ഏറ്റവും അടുത്ത് എഴുതിയ, കുറച്ചു മുമ്പ് എഴുതിയ റിലീജിയൻ ഇൻ പബ്ലിക് സ്ഫിയർ ഹിന്ദുവിൽ പ്രസിദ്ധീകരിക്കും. പലപ്പോഴും ഇതേ ഒരു യൂറോപ്പിൻ്റെ ആ ഒരു മാതൃകയെ തന്നെ അതുപോലെ ഉത്പാദിപ്പിച്ചുകൊണ്ടുള്ള വിമർശനത്തെയാണ് അധികവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഒറ്റ പൊതുമണ്ഡലം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഒരർത്ഥത്തിൽ സ്വീകരിക്കാവുന്ന ഒന്നല്ല, അതല്ലെങ്കിൽ അത് ഒരു യാഥാർത്ഥ്യമായ ഒന്നല്ല. ഈ ഒറ്റ പൊതുമണ്ഡലം എന്ന് പറയുന്നത് തന്നെയും പലപ്പോഴും അത് ആരുടെ പൊതുമണ്ഡലം, ആരുടെ വിഭാവനകളിൽ നിന്നും ആരുടെ ഭാവനകളിൽ നിന്നും രൂപപ്പെടുന്ന പൊതുമണ്ഡലമാണ് എന്നുള്ളതാണ്. കീഴാളവും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളും നടത്തുന്ന ജനാധിപത്യപരമായ ഇടങ്ങൾ, കൗണ്ടർ പബ്ലിക് എന്ന പദത്തിനോടും ഒരു വിയോജിപ്പ് വ്യക്തിപരമായ ഒരു ജനാധിപത്യപരമായിട്ടുള്ള സ്പേസുകൾ, ഈ സ്പേസുകൾ നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എത്രത്തോളം ഉപകാരപ്പെടും എന്നാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കുകയും നാം പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഈ സംഗതികൾ വെച്ചുകൊണ്ട് നമുക്കറിയാം, ഇന്ത്യയിലെ ഇന്ത്യൻ പൊതുമണ്ഡലം എന്ന് പറയുന്നത് സവർണ പുരുഷ ശരീരങ്ങളുടെ പ്രദർശനശാല മാത്രമാണ് എന്ന വിമർശനം അത് വളരെയധികം ശക്തമായ രീതിയിൽ സബാൾട്ടേൺ ആളുകളും അതുപോലെ തന്നെ ദളിത് പക്ഷത്തു നിന്നും കിയാള ന്യൂനപക്ഷ പക്ഷത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യയിലെ പൊതുമണ്ഡലം രൂപപ്പെട്ടത് എങ്ങനെയാണ്, കൊളോണിയൽ കാലഘട്ടത്തിൽ കൊളോണിയൽ ആധുനികത മുതൽ ഈ ഇന്ത്യൻ പൊതുമണ്ഡലം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ട് മുതൽ ബ്രാഹ്മണ അധീശ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തിയ പരികൽപ്പനയിൽ നിന്നും രൂപം കൊണ്ട ഒരു പൊതുമണ്ഡലമാണ് നമുക്ക് നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെയധികം ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദമാണ്. ഇതിലൂടെ ഉയർന്നു വന്ന ഈ അർത്ഥത്തിലുള്ള ഒരു ദേശീയ വ്യവഹാരങ്ങളിലൂടെ ഉയർന്നു വന്ന രാഷ്ട്രം അതല്ലെങ്കിൽ അതിൻ്റെ പൊതുമണ്ഡലം മൂല്യവത്തായി കണ്ടത് സവർണ അധികാരങ്ങളെയും സവർണ ശരീരങ്ങളെയും അതിൽ നിന്ന് ഉയർന്നു വന്ന പുതിയ സാമ്പത്തിക ശക്തികളെയുമാണ്. ജാതിശ്രേണിയിൽ താഴെ നിൽക്കുന്ന മറ്റു ആളുകളെ ദേശരാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിൽ ലയിക്കേണ്ടവർ മാത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പൊതുമണ്ഡലം കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ 18-19 നൂറ്റാണ്ടുകളിലൂടെ നമുക്കറിയാം ഇന്ത്യയിൽ നവോത്ഥാന പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷേ നവോത്ഥാന പ്രക്രിയയെക്കുറിച്ച് തന്നെയുള്ള ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് അത് നവോത്ഥാന പ്രക്രിയ എന്നതിനപ്പുറം ഹിന്ദു കുടുംബ പരിഷ്കരണ സംരംഭങ്ങളായിട്ട് ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് പിന്നീട് നമ്മുടെ ദേശരാഷ്ട്രത്തിനെ കുറിച്ചുള്ള ഭാവനകളെ രൂപപ്പെടുത്തിയത്. ഈ ഭാവനകൾ, അതിലൂടെ ഉയർന്നു വന്ന പുതിയ ശരീരങ്ങൾ, ഇത് ശരിക്കും പറഞ്ഞാൽ താഴെ നിൽക്കുന്ന മറ്റുള്ള ഒരുപാട് ജനവിഭാഗങ്ങളെ മുഖ്യധാരയിൽ ലയിക്കേണ്ടവരാണ്. മറ്റുള്ളവരെല്ലാവരും ഈ പൊതുമണ്ഡലത്തിൽ ലയിക്കേണ്ട ആളുകളാണ്. വാലിഡായിട്ടുള്ള മൂല്യമായി, വാലിഡായിട്ടുള്ള വ്യവഹാരമായി കണ്ടത് തീർച്ചയായും ഇത്തരം വ്യവഹാരങ്ങളെയാണ് എന്നുള്ള വിമർശനമുണ്ട്. മതേതരം എന്നാണ് പലപ്പോഴും ഇത്തരം വ്യവഹാരങ്ങൾ അവയെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് വിവേക് ദരേശ്വറിനെ പോലുള്ള ആളുകൾ അവരുടെ വിമർശനങ്ങൾ, സെക്യുലർ സെൽഫ്, എങ്ങനെയാണ് ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള സെക്യുലർ സെൽഫ് രൂപം കൊണ്ടത്, ആദിത്യ നിഗമനെ പോലുള്ള ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് സെക്യുലറായിട്ടുള്ള സെക്യുലർ എന്ന് പറയുന്ന ഒരു ഇൻകാർണേഷനിലൂടെ ഈ പൊതുമണ്ഡലം പലതിനെയും തള്ളിക്കളഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കേരളീയ പൊതുമണ്ഡലത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ച് പൊതുവെ പറയുന്ന ഈ സംഗതികൾ ബാധകമാണ്. സമയം കുറവായതുകൊണ്ട് 2-3 സംഗതികൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പലപ്പോഴും ഈ ഒരർത്ഥത്തിലുള്ള ഒരുപാട്, അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്ന ഒരുപാട് കിയാള പ്രക്ഷോഭങ്ങളെ, സമരങ്ങളെ പലപ്പോഴും കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ്. അത് വാലിഡായിട്ടുള്ള ഒരു സമരമല്ല എന്നുള്ള ഈ ഒരു പൊതുമണ്ഡലത്തിൻ്റെ മുൻകൂർ വിധികളിൽ നിന്നാണ് അതിനെ കാണാതെ പോവുകയും അതിനെ നിശബ്ദമാക്കി കളയുകയും ചെയ്യുകയും പലപ്പോഴും ഇപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ചുള്ള വ്യവഹാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊരു കലാപം മാത്രമായി. അതിനപ്പുറം അതിന് പിന്നിലുണ്ടായിരുന്ന ഇത് പലരും സൂചിപ്പിക്കുന്നത് പോലെ
മൈനോറിറ്റികൾ നടത്തിയ സമരങ്ങളെ, മൈനോറിറ്റികൾ നടത്തിയ അവരുടെ കൾച്ചറലായിട്ടുള്ള അവരുടെ പെക്യൂലിയാരിറ്റികളെ, സവിശേഷതകളെ പോലും ഇത്തരത്തിലുള്ള ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് സ്ഫിയർ അംഗീകരിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ കേരളീയ പൊതുമണ്ഡലത്തിനും ബാധകമാണ് എന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പൊതുമണ്ഡലത്തിൻ്റെ ഭാഗം എന്നതിനപ്പുറം കേരളത്തിലെ കീഴാള പ്രസ്ഥാനങ്ങളും കേരളത്തിലെ ഇസ്ലാമിക സമൂഹങ്ങളും ഒക്കെ, ന്യൂനപക്ഷ സമുദായങ്ങളും ഒക്കെ അവരുടേതായിട്ടുള്ള ഒരു പൊതുമണ്ഡലം രൂപപ്പെടുത്തിയെടുക്കുകയും പലപ്പോഴും ആ പൊതുമണ്ഡലം, പലരും സൂചിപ്പിക്കുന്നത് പോലെ, ആ പൊതുമണ്ഡലം ഒരു സമുദായത്തിനകത്ത് ഇറങ്ങുന്ന ഒരു പൊതുമണ്ഡലം എന്നുള്ളതല്ല. അപ്പോൾ പലപ്പോഴും ഒരു പോസ്റ്റ് കൊളോണിയൽ പൊളിറ്റിക്കൽ സബ്ജക്റ്റുകൾ പലപ്പോഴും എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്, അവരെങ്ങനെയാണ് റൂളിനെ, ഭരണകൂടത്തെ നേരിടുന്നത്, അത് വളരെ കൃത്യമായ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്, സൗഹൃദങ്ങളിലൂടെയാണ് എന്നുള്ള വാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. 80കളിൽ ശരീഅത്ത് വിവാദ കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് ഒരുപാട് പുതിയ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ നടന്നിട്ടുള്ളത്. മാധ്യമം പോലുള്ളൊരു പത്രം വരുന്നത് തന്നെയും വളരെ കൃത്യമായി ശരീഅത്ത് വിവാദത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ്. പക്ഷേ മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം അത് കേവലമായ ഒരു സമുദായത്തിനകത്ത് കറങ്ങാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മർദ്ദിതരായ ഈ അർത്ഥത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ, സൗഹാർദ്ദത്തിന്റെ തലം അന്വേഷിക്കുകയും പുതിയ രീതിയിലുള്ള ഒരു ജനാധിപത്യ സ്പേസിനെ കേരളത്തിൽ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉയർന്നു വരുന്നുണ്ട്. പലപ്പോഴും കുറച്ചുകൂടി സമയം ഒരുപക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം, കാരണം സമയമില്ലാത്തതുകൊണ്ട്. മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരുപാട് ആലോചന നമുക്കറിയാം. മലബാറിലെ മുസ്ലിം രാഷ്ട്രീയം ഇസ്ലാമിൻ്റെ ഇവിടുത്തെ ആഗമനം മുതലുള്ള ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, 921 മലബാർ ലഹള, ആ മലബാർ ലഹളയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളികൾ, ഉലമാക്കൾ ഇവരൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്ന പങ്ക്, അതിനുശേഷം 921 ശേഷമുണ്ടായ സ്വാതന്ത്ര്യത്തിന് 921 ശേഷമുണ്ടായ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വ്യവഹാരങ്ങൾ, മലബാറിലെ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വ്യവഹാരങ്ങൾ, മുസ്ലിങ്ങളിൽ തന്നെ രൂപപ്പെട്ടു വന്ന പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ വിധേയത്വങ്ങൾ പലപ്പോഴും ഭരണകൂട രാഷ്ട്രീയവുമായിട്ട് ഒന്നിച്ച് ഐക്യപ്പെട്ടു പോവുകയും മുസ്ലിങ്ങളിലെ, ഞാൻ പറയാം, മുസ്ലിം പൗരസമൂഹത്തിനകത്തെ ഏറ്റവും സവിശേഷമായ സാന്നിധ്യമായിരുന്ന സാധാരണഗതിയിൽ നമുക്ക് പുരോഹിത വർഗം എന്ന് പറയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാർ കലാപത്തിനകത്തൊക്കെ വളരെ സജീവമായി പങ്കുവഹിച്ചിരുന്ന പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ ഈ ഒരു ഘട്ടം വരുമ്പോൾ പലപ്പോഴും ഒരു പുതിയ ഒരു പ്രമാണി വർഗത്തിൻ്റെ ഇടയിലും, ഈ പ്രമാണി വർഗത്തിൻ്റെ ഇടയിലും ജനങ്ങൾക്കിടയിലും പെട്ടുപോകുന്നു. ഇതിൽ നിന്നുള്ള ശക്തമായ വിച്ഛേദനമാണ്. CK അബ്ദുൽ അസീസ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ പഴയകാലത്ത് ഓച്ചാനിച്ച് നിന്നിരുന്ന കുഞ്ഞാലി മൊല്ലാക്കയിൽ നിന്നുള്ള ശക്തമായിട്ടുള്ളൊരു വിച്ഛേദനമായിരുന്നു മഅദനി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ സൂചിപ്പിച്ചത്. അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ സാമുദായികമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ തന്നെയും എടുത്തു പരിശോധിച്ചു നോക്കുക. അദ്ദേഹം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒരുപക്ഷെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രമാദമായ കാസറ്റുകൾ കേട്ടാൽ നമുക്ക് ഇന്നും കേൾക്കാൻ പറ്റും. സുകുമാരൻ IASന്റെ മരണം, മണ്ഡൽ കമ്മീഷൻ, സവർണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു വിമോചന രാഷ്ട്രീയം. അപ്പോൾ ഇങ്ങനെയുള്ള സോളിഡാരിറ്റി പോലും ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ എക്സ്റ്റൻഷനാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കർത്തൃത്വം രൂപപ്പെടുത്തിയെടുക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിനകത്ത് നിന്നുള്ള പത്രമാധ്യമങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ. രണ്ടാമത്തെ വശം കുറച്ചുകൂടി ആ ഭാഗത്തേക്ക് കടക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. ഇസ്ലാമിക സമൂഹത്തിനകത്ത് രൂപപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യമായുള്ള സ്പേസുകളെ രൂപപ്പെടുത്തുന്ന ഊർജങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള എന്തിനെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ.
പലപ്പോഴും ഈ മനസ്സിലാകാത്ത ഒരു വ്യവഹാരം എന്ന രീതിയിൽ പലരും കാണാറുള്ളത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക പാരമ്പര്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള ഊർജ്ജങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കർത്തൃത്വം അവർ സ്വീകരിക്കുന്നതും. ഈ അർത്ഥത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും തലം രൂപീകരിക്കുവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നത്, സമയക്കുറവ് കൊണ്ട് ഞാനോട് അവസാനിപ്പിക്കുകയാണ്, പൊതുമണ്ഡലം എന്ന പരികല്പനയെ കുറിച്ചുള്ള കേരളത്തിൽ പൊതുമണ്ഡലം എന്ന് പറയുന്നത്, ഒരൊറ്റ പൊതുമണ്ഡലം എന്ന് പറയുന്നത് പൊതുമണ്ഡലം, അത് ഇവിടുത്തെ മുഖ്യധാരയുടെ ഒരു പൊതുമണ്ഡലം മാത്രമാണ്. അതിനപ്പുറം ജനാധിപത്യത്തിന്റെ സ്പേസുകൾ നിലനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ആധിപത്യ മർദ്ദക സാമൂഹിക സംവിധാനങ്ങളോട് പല അർത്ഥത്തിൽ ഒരു മുസ്ലിം സമൂഹത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് വളർന്നു വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അവരനുഭവിക്കുന്ന സ്വത്വപരമായ പ്രതിസന്ധികൾ തീരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് പിന്നെ കുറച്ചുകൂടി വിശദീകരിക്കേണ്ട സംഗതിയാണ്, പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമൂഹങ്ങളിൽ നിന്ന് വരുന്ന ജനാധിപത്യപരമായ അന്വേഷണങ്ങളെയും സ്പേസുകളുമാണ് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ രക്ഷിക്കുക. അതിനവർ ഉപയോഗിക്കുന്ന ഊർജത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അടിസ്ഥാനപരമായി മാറേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹം ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ആഗമനം മുതൽ ഇസ്ലാമിക സമൂഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അതിൽ തന്നെയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഖ്യധാരയുടെ ലാളന കിട്ടുന്ന അതൊരു എലൈറ്റ് ക്ലാസ്, ഒരു വരേണ്യവർഗം അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ ധാരയും ഒരു സാമൂഹിക വ്യവഹാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഈ മുസ്ലിം പബ്ലിക് സ്ഫിയറിൽ തന്നെ കാണാവുന്നതാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ 80കളിലും 90കളിലും മുസ്ലിം സമുദായത്തിനകത്ത് ശക്തമായിരുന്ന വഅദ് പരമ്പരകൾ, ഈ 2 പ്രഭാഷണങ്ങൾ മുസ്ലിം സമുദായത്തെ വളരെ ആഴത്തിൽ ആകർഷിച്ചിരുന്നു. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഅദനിയുടെ പ്രഭാഷണങ്ങളാണ്, രണ്ടാമത്തത് സമദാനിയുടെ പ്രഭാഷണങ്ങളാണ്. ഈ മഅദനിയുടെയും സമദാനിയുടെയും പ്രഭാഷണങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത പബ്ലിക് രണ്ടും 2 രീതിയിലുള്ള പബ്ലിക്കാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതും സമയമില്ലാത്തതുകൊണ്ട് അവരുന്നയിക്കുന്ന ഭാഷയും അവരുന്നയിക്കുന്ന രാഷ്ട്രീയപരമായ അവകാശവാദങ്ങൾ, സമദാനി ഉന്നയിച്ചിരുന്ന പ്രത്യേക രീതിയിലുള്ള ശ്ലോകങ്ങളും മറ്റൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള ഒരു ഭാഷയും, ഈ 2 ഭാഷയും മുസ്ലിം സമുദായത്തിനകത്തുള്ള വളരെ മുസ്ലിം പബ്ലിക്കിനകത്തുള്ള വലിയ സംഘർഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ മുസ്ലിം സമുദായത്തിനകത്ത് നമുക്ക് കാണുന്നത്. മുസ്ലിം സംഘടനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പത്രവാരികകൾ, വാളുകൾ, പ്രഭാഷണ പരമ്പരകൾ, പ്രഭാഷണ മഹല്ലുകളിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരകൾ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണം ഈ മേഖലയിൽ ആവശ്യമാണ്. പൊതുമണ്ഡലം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ള പരിശുദ്ധമായിട്ടുള്ള വാദങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ. ഇതുപോലുള്ള മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരികല്പനാപരമായ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലുള്ള അന്വേഷണം കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മുഖ്യധാരാ പൊതുമണ്ഡലത്തിൻ്റെ വളരെ വിധ്വംസകവും ഭരണകൂട വിധ്വംസതകൾക്ക് ചൂട്ടുപിടിക്കുന്ന അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധ നിര വികസിപ്പിച്ചെടുക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.